Remember the days we were young, wild and free, basic getting sprung. We used to dance the night away, hang out the whole next day, laughing, having fun. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫാഷൻ വീക്ക് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കോളേജിൽ. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അപ്പോൾ പോണത് എങ്ങോട്ടാ വെച്ചാൽ കോളേജിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് റിഹേഴ്സൽ ഡേ ആയിരുന്നു കേട്ടോ. നമ്മുടെ എല്ലാ പരിപാടിൻ്റെയും റിഹേഴ്സൽ ഒന്ന് ചെയ്ത് വെക്കണം. അന്ന് ഞങ്ങൾക്ക് യൂണിഫോം കിട്ടിയിരിക്കണു, പക്ഷെ അന്ന് ഫോർമൽ ഡ്രസ്സ് ഇടാനുള്ള റീസൺ എന്താ വെച്ചാൽ ഒരു പറഞ്ഞിരുന്നു കേട്ടോ, യൂണിഫോം ഇടണ്ട, ഏതെങ്കിലും ഫോർമൽ ഡ്രസ്സ് ഇട്ട് വരാനാണ് പറഞ്ഞിരുന്നത്. അന്നാണെങ്കിൽ എൻ്റെ ഡാൻസ് ഗ്രൂപ്പ് വന്നില്ല കേട്ടോ. എൻ്റെ ഹോസ്റ്റലിലുള്ളവർ തന്നെ ആയിരുന്നു. അന്ന് ഹോസ്റ്റലിൽ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഓരോന്നും വന്നില്ല. എനിക്കാണെങ്കിൽ ഈ കാര്യം അറിയുണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ മാറ്റിയപ്പോഴാണ് അവർ പറഞ്ഞതെന്ന് എല്ലാവരും ലീവ് എടുക്കാമെന്ന്. പിന്നെ ഏതായാലും മാറ്റിയതല്ലേ കരുതി പോയി. എന്നിട്ട് ബാക്കിയുള്ളവർ വരാത്തതിന് മിസ് ചീത്ത അറിയുകയും ചെയ്തിരുന്നു. എന്നിട്ട് ഞാനും നേഹയാണ് കേട്ടോ പോയിരുന്നത്. എന്നിട്ട് ഞാനും ഓളും വെറുതെ അവിടെ നിന്നു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. കുറച്ച് കഴിഞ്ഞിട്ടല്ല, ക്ലാസ് കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ച് വന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഡാൻസ് പഠിച്ചിക്കണത് തന്നെ തലേന്നാണ് കേട്ടോ പരിപാടിൻ്റെ. ഇതിന് മുന്നേ ഒരട്ടം ഡാൻസ് കളിച്ച് പഠിച്ചിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങളത് കളിക്കണത്. കാരണം ആദ്യം ഒരു ഡേ ആണ് പറഞ്ഞിരുന്നത്, പിന്നെ ഡേ മാറ്റി. അതുകൊണ്ട് തന്നെ കുറേ സ്പേസ് വന്നുകൊണ്ട് ഞങ്ങൾ ഡാൻസൊക്കെ മറന്നിരുന്നു. ഞങ്ങളെല്ലാവരും ചുരിദാറാണ് ഇട്ടിരുന്നത്. അന്ന് ഞങ്ങൾ ഓൾറെഡി ഒരു വണ്ടി പറഞ്ഞിരുന്നു, പക്ഷെ ആ വണ്ടി വൈകി. അത് കാരണം നല്ല വൈകിട്ട് ഒരു 30 മിനിറ്റ്സൊക്കെ ലേറ്റായിട്ടാണ് എത്തിയിരുന്നത്. എന്നിട്ട് ഡാൻസ് അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് 6th ആണ് കേട്ടോ ഡാൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ 6th കഴിഞ്ഞ് 7th ആയിരുന്നു ഞങ്ങളവിടെ ചെന്നപ്പോൾ. പിന്നെ ഒരു 2-3 പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കളിച്ചത്. അതുകൊണ്ട് തന്നെ കുറേ ഡാൻസ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഡാൻസും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ചെറിയ സീനുകളും എടുത്തിട്ട്. കാരണം ഞങ്ങൾ ഡാൻസ് കളിക്കണ ചില മെമ്പേഴ്സിന് വീഡിയോ ഇടണ്ടെന്നാണ്. അപ്പം പിന്നെ ഞാൻ വീഡിയോ ഇട്ടില്ല. പക്ഷെ ഇതിലൊരു ചെറിയ സീനുള്ള ആഡ് ചെയ്തിട്ട്, അതായത് പ്രോബ്ലം ഇല്ലാത്തവരിപ്പോൾ കളിക്കുന്ന ഒരു സീനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ ഡാൻസ്. ഇതല്ല, ഡാൻസ് വേറെ ഉണ്ടായിരുന്നത്, ഡാൻസിൻ്റെ ക്ലിപ്പാണ്. പിന്നെയും കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു പരിപാടിയൊക്കെ കണ്ടിരിക്കുകയാണ്. ലൈക്ക് എല്ലാവരും ഡ്രസ്സിങ്ങും അതുപോലെ തന്നെ ഡാൻസും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എന്താ ലോങ് വീഡിയോ ഇടാത്തേന്ന്. സത്യം പറഞ്ഞാൽ ടൈം കിട്ടുമല്ലോ കേട്ടോ. വീഡിയോ എടുക്കാനാണേലും 1 ഡേ ഫുള്ള് നമ്മൾ എടുക്കണമല്ലോ. ഇനിയിപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടും വേറെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടൈം കറക്റ്റ് ആവലില്ല. ഇനിയിപ്പോൾ ഞാൻ ഒരു ദിവസം മൊത്തം വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിന്നാൽ പിറ്റേ ദിവസം ഇടാൻ വീഡിയോ എടുക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ടാണ് കേട്ടോ. പക്ഷേ ഓരോ സമയം ഞാൻ വീഡിയോ ഇടുമ്പോൾ ഞാൻ കരുതും ഇനി മുതൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ലോങ് വീഡിയോ ഇടണമെന്ന്. പക്ഷേ നടക്കലില്ല. പക്ഷേ ഇപ്പം ഞാൻ ഒറിജിനലായിട്ട് കരുതുന്നുണ്ട് ഇനി മുതൽ ഇടയ്ക്കിടയ്ക്ക് ലോങ് വീഡിയോ ഇടണം എന്നുള്ളത്. പിന്നെ ഞാൻ വീണ്ടും ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുകയാണല്ലോ, ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുകൊണ്ടു. ഞാൻ എന്തായാലും ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യണം കരുതിയിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം നോക്കി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡാൻസ് മാത്രമല്ല കേട്ടോ, പാട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടീച്ചർ പാട്ട് പാടിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ പറയുമ്പോൾ പാട്ട് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ഒപ്പം ഡാൻസ് കളിച്ചിട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫാഷൻ വീക്ക് എന്ന് പറയുമ്പോൾ ഒരു വീക്ക് ഫുള്ളേ ഫാഷൻ അങ്ങനെയല്ല കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് 2 days ആയിരുന്നു പരിപാടി, തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ. തേഴ്സ്ഡേ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഡാൻസ്, സോങ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് അന്ന് DJ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇനി ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോണത്. അപ്പോൾ മന്തിയാണ് കഴിക്കാൻ പോയത്. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, അതായത് ഞങ്ങളെ ഹോസ്റ്റലിലത്തെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. മന്തി കഴിക്കാൻ എങ്ങോട്ടാണ് പോയത് വെച്ചാൽ ഞങ്ങളെ സ്ഥിരം സ്പോട്ടിലേക്കാണ്. സത്യം പറഞ്ഞാൽ ആ ഹോട്ടലിലേക്ക് ഞങ്ങൾ ഹോസ്റ്റലത്തെ കുട്ടികളെ കേട്ടോ മെയിനായിട്ട് ചെല്ലുക. ഞങ്ങൾ ചെന്നാൽ തന്നെ അവർക്കറിയാം ക്വാർട്ടർ മന്തിയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന്. അങ്ങനെ ഇത് 2nd day ഓഫ് ഫാഷൻ വീക്കാണ് കേട്ടോ, അതായത് ഫ്രൈഡേ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ റാം വാക്ക് ചെയ്യുന്നു കേട്ടോ. ഞാനുണ്ടായിരുന്നു റാം വാക്കിൽ, പക്ഷേ വീഡിയോ കിട്ടിയിട്ടില്ല. ഞാനാണ് ബാക്കിയുള്ളവരെ വീഡിയോ എടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നത്, കാരണം ഓരോ ആൾക്കാരുടെ ഡ്രസ്സിങ്, ഓരോ നടത്തമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോക്ക് കുറച്ച് ലെങ്ത്ത് കുറവാക്കണം, കാരണം
കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ലോങ് വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഞാൻ ചില സമയത്ത് വീഡിയോ എടുക്കാതെ പരിപാടി ഇങ്ങനെ കണ്ടിരിക്കും. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരും, അയ്യോ വീഡിയോ എടുക്കണ്ടേന്ന്. അങ്ങനെ പറഞ്ഞിട്ട് കുറേ സീൻസിൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവും ചെയ്തിരിക്കണം കേട്ടോ. അന്നും DJ വേണോ ചോദിച്ചിരുന്നുണ്ട്, പക്ഷെ ആരും വേണ്ടാന്നാണ് പറഞ്ഞത്. കാരണം അന്ന് വീട്ടിൽ പോണ ദിവസമാണല്ലോ ഫ്രൈഡേ. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ പോകാനുള്ളതുകൊണ്ട് പരിപാടി അത് വേണ്ട പറഞ്ഞു. ഇപ്പോൾ നടക്കുന്നതോ ഇനി നടക്കുന്നതൊക്കെ ഞങ്ങളെ ടീച്ചേഴ്സാണ് കേട്ടോ. ഒരു നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങളെ ടീച്ചേഴ്സിൻ്റെ വക സോങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും കഴിഞ്ഞിട്ട് കേക്ക് ഞങ്ങൾ കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫുഡായിട്ട് സമൂസ, ഫ്രൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഫ്രൈഡേ ആണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ പോവും. എന്നിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ ഹോസ്റ്റലിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി. ഞാൻ ഓൾറെഡി ബാഗൊക്കെ രാത്രി പാക്ക് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. കാരണം ഇനിയിപ്പോൾ വരുമ്പോൾ വൈകണ്ട എഴുതിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അതുപോലെ തന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടാനൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഷോർട്സ് ആയിട്ട് എന്തെങ്കിലും ആയിട്ട് പോസ്റ്റ് ചെയ്യലുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ യൂണിഫോം ഇട്ടിട്ട് വീഡിയോ ചെയ്യട്ടെ. അത് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.